Hi all. Next question, which is prime number. And the question എന്താണെന്ന് വെച്ചാൽ given a number n, determine whether it is prime number or not. Okay, it's so simple. അതായത് ഒരു നമ്പർ n തന്നിട്ടുണ്ട്, അത് പ്രൈം ആണോ അല്ലയോ എന്ന് നോക്കണം. n പറയുന്നത് 7 ആണ്. 7 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണോ? യെസ്, ദാറ്റ് ഈസ് ട്രൂ. 25 പ്രൈം നമ്പർ ആണോ? അല്ല, which is false. n പ്രൈം നമ്പർ ആണോ? അല്ല, which is false. And next question, a prime number is a number greater than 1. Okay, prime number എന്ന് പറയുന്നത് greater than 1 and has no positive divisors other than 1 and itself. Okay, so അപ്പോൾ നമുക്ക് ഇവനും ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് ആ ഒരു പ്രൈം നമ്പറിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അതായത് ഒന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1. ഞാനിപ്പം 25 എന്നുള്ള ഒരു നമ്പറിൻ്റെ എക്സാമ്പിൾ എടുക്കുന്നത്, അതായത് 25 എടുക്കുന്നത്. എൻ്റെ ഈ നമ്പർ 1നേക്കാൾ വലുതാണോ നോക്കണം. ഓക്കെ, അതായത് ഇവിടെ എടുക്കുന്ന നമ്പർ 1നേക്കാൾ ചെറുതാണെങ്കിൽ, അതായത് 0യോ പോയിന്റ്സോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും 1ന് ഈക്വൽ ആണെങ്കിലും അതെന്താ, അത് അങ്ങനെയാണെങ്കിലും അത് എന്ത് നമ്പറാ? അത് പ്രൈം അല്ല. ഓക്കെ, നമ്മൾ 1 പ്രൈം അല്ലെന്നല്ലേ പറഞ്ഞത്. 1 ആണെങ്കിലോ അതോ ഈ 1നേക്കാൾ കുറഞ്ഞ നമ്പേഴ്സ് ആണെങ്കിലോ അത് പ്രൈം അല്ല. ഇനി എങ്ങനെയാണ് പ്രൈം എന്നുള്ള കണ്ടീഷൻ? നമുക്കത് ഒരു ഇഫ് കണ്ടീഷൻ തന്നെയാണല്ലേ. ഇഫ് ഏതോ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അത് പ്രൈം, അല്ലാത്തപ്പോൾ അത് കോമ്പോസിറ്റ്. ഏതോ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അത് പ്രൈം, അല്ലാത്തപ്പോൾ അത് കോമ്പോസിറ്റ്. നമുക്ക് നോക്കാം. എല്ലാ നമ്പേഴ്സും, അതായത് നമുക്ക് ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ, ആ പർട്ടിക്കുലർ കണ്ടീഷൻ എന്താ കണ്ടുപിടിക്കേണ്ടത്. അത് കൊടുക്കുകയാണെങ്കിൽ ആ നമ്പർ പ്രൈം ആയിരിക്കും. പ്രൈം ആയിരിക്കണമെങ്കിൽ എന്താ കണ്ടീഷൻ? 1നും അതേ നമ്പറിനും ഡിവിസിബിൾ ആണ്. അപ്പം അതായത് 1നും അതേ നമ്പറിന് ഡിവിസിബിൾ ആണ്. ഇത് എല്ലാ നമ്പേഴ്സിനും ബാധകമാണ്. നോട്ട് ഫോർ ആൻഡ് പ്രൈം നമ്പേഴ്സ്, ഫോർ കോമ്പോസിറ്റ് നമ്പേഴ്സിനും 1നും അതേ നമ്പറിനും ഡിവിസിബിൾ ആണ്. അപ്പം ഈ കണ്ടീഷൻ അതായത് പ്രൈം എന്നുള്ള കണ്ടീഷൻ ഇഫിന് കൊടുക്കുന്നതിന് പകരം എൽസിൽ കൊടുക്കാം. ഓക്കെ, അതായത് ഏതോ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അത് കോമ്പോസിറ്റ്, അല്ല എങ്കിൽ അത് പ്രൈം. അല്ല എങ്കിൽ പ്രൈം എന്ന് പറയാൻ കാരണം എന്താ? കാരണം എല്ലാ നമ്പേഴ്സും 1നും ആ നമ്പേഴ്സിനും 1നും ദ സെയിം നമ്പറിനും ഡിവിസിബിളാ. ഇതല്ലാതെ എക്സ്ട്രാ എന്തോ ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് എന്ത്, അത് കോമ്പോസിറ്റ് ആവുന്നത്. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇഫ് അതായത് 25 തന്നെ നമ്മുടെ കറണ്ട് എക്സാമ്പിൾ, അതിൽ ഏതോ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് കോമ്പോസിറ്റ്, അല്ല എങ്കിൽ അത് പ്രൈം. കാരണം പ്രൈം എന്ന് പറയാൻ കാരണം എന്താ? എല്ലാ നമ്പേഴ്സും പ്രൈമാണ്. കാരണം 1ഉം ദ സെയിം നമ്പർ എല്ലാത്തിനും ഡിവിസിബിളാ. 4ന്റെ കേസ് എടുത്ത് 1ഉം സെയിം നമ്പറും, 9ന്റെ കേസ് എടുത്ത് 1ഉം സെയിം നമ്പറും. അപ്പം ഈ എക്സ്ട്രാ ഒരു ആളും കൂടി വരുമ്പോഴാണ് എന്താകുന്നത്? കോമ്പോസിറ്റ് ആകുന്നത്. എക്സ്ട്രാ ഒരാളോ ഒന്നിലധികവും ആളുകളാണ് കോമ്പോസിറ്റ്. അതായത് അപ്പം ആ എക്സ്ട്രാ വരുന്ന ആളെ എങ്ങനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആ എക്സ്ട്രാ വരുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ എക്സ്ട്രാ ആള് വരുമ്പോൾ കോമ്പോസിറ്റ്, എക്സ്ട്രാ ആളില്ല എങ്കിൽ ബാക്കി എല്ലാം പ്രൈം. അതാ കണ്ടീഷൻ. ഇനി അതായത് ഞാൻ 25ന്റെ എക്സാമ്പിൾ എടുത്തപ്പം അതിൻ്റെ ഡിവിസിബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 25, 5 വന്നു. 4 എടുക്കുകയാണെങ്കിൽ 1, 2, 4. 9 എടുക്കുകയാണെങ്കിൽ 1, 1, 3, 9. അതായത് ഇത് നമുക്കൊരു കോമൺ ആയിട്ട് നമ്പർ. ഇപ്പം 12 എടുക്കുകയാണെങ്കിൽ 1, 2, 3, 4, 6, 12. അപ്പം ഇത്രയുണ്ട്. അതായത് 5, അതായത് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി കാണാൻ പറ്റുന്നുണ്ടോ 4, 9 ഒക്കെ?
അതെ, സ്ക്വയർ റൂട്ട് ആണല്ലേ. 25 ഇത് 5, 4ന്റെ 4ന്റെ സ്ക്വയർ റൂട്ട് 2, 9ന്റെ സ്ക്വയർ റൂട്ട് 3. അതായത് അതിൻ്റെ സ്ക്വയർ റൂട്ട് എല്ലാത്തിലും വരുന്നുണ്ട്. 12ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഐ തിങ്ക് ഒരു 3 പോയിന്റ് സംതിങ്. അപ്പം നമ്മളതിനൊരു ഒന്ന് റൗണ്ട് ചെയ്യുമ്പോൾ ഇത് കിട്ടും, 3 കിട്ടുന്നുണ്ട്. അപ്പം ആ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ടും കൂടി ആയിരിക്കും എക്സ്ട്രാ. നമ്മൾ പറഞ്ഞേ ഇഫ് എന്തോ ഒരു കണ്ടീഷൻ കോമ്പോസിറ്റ് എൽസ് പ്രൈം, ഈ എക്സ്ട്രാ വരുന്ന കണ്ടീഷൻ, അതായത് 1ഉം ആ നമ്പറും പിന്നെ ഏതോ ഒരു നമ്പറും കൂടി. ഈ ഏതോ ഒരു നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ഏതോ ഒരു നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്വയർ റൂട്ടായിരിക്കും. സ്ക്വയർ റൂട്ട് ഇപ്പോൾ 3 ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ പോലെ, എല്ലാമൊന്നും കണ്ടുപിടിക്കണമല്ലോ. സ്ക്വയർ റൂട്ടായിരിക്കും. മനസ്സിലായോ? ഇനി ഞാൻ കോഡിങ്ങിലേക്ക് കടക്കാം. ഇതിൽ ഞാൻ 25 എക്സാമ്പിൾ എടുക്കുന്നത്. ഫസ്റ്റ് നോക്കേണ്ടത് ഈ എൻ്റെ 25, അതായത് എന്ന് പറയുന്നത് എന്താ, 25. എൻ്റെ ഈ 25 ഒന്നിനെ, ഇതിപ്പോൾ ഞാൻ എടുത്തത് 1 ആണെങ്കിൽ അല്ലെങ്കിൽ 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക ചെക്ക് ചെയ്യണം. അതായത് ഈ കണ്ടീഷൻ വരികയാണെങ്കിൽ എന്താ, ഈസ് പ്രൈം ഫോൾസ്. അതായത് 0 1 അങ്ങനെ ഏത് സംഖ്യ വന്നാലും അതെന്താ പ്രൈം. അതുപോലെ തന്നെ 0 അല്ല ഗ്രേറ്റർ ദാൻ വരികയാണെങ്കിൽ എന്താ, അത് പ്രൈം അല്ല. നമുക്ക് 25ന്റെ കേസ് എടുക്കാം. 25ന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇത് വന്നു. ഓക്കെ, അടുത്ത പറയുകയാണെങ്കിൽ 25ന്റെ കേസിൽ നമുക്കറിയാം 1 ഉണ്ട്, 5 ഉണ്ട്, 25 ഉണ്ട്. അതായത് ഇഫ് എന്തോ ഒരു കണ്ടീഷൻ ഉണ്ട്, അതിൽ ഈസ് പ്രൈം എന്താ ഫോൾസ് ആണ്. അതായത് ഇവിടെ 3 നമ്പേഴ്സ് നമ്മൾ നോക്കുന്നു. 1 നോക്കുന്നു, 5 നോക്കുന്നു, 25 നോക്കുന്നു. എല്ലാത്തിലും ഡിവിസിബിൾ ആയിട്ട് അതിൻ്റെ ഇത് റിമൈൻഡർ 0 കിട്ടുകയാണെങ്കിൽ പ്രൈം അല്ല. എത്ര പ്രൈം ആവുന്നത്? എൽസ് എന്നുള്ള കണ്ടീഷൻ നമുക്ക് കൊടുക്കണ്ട. അതായത് ഈ 3 നമ്പേഴ്സ് നമുക്ക് കിട്ടണം. അതിൽ ഫോർ ലൂപ്പാണ് കൊടുക്കുന്നത്. അതായത് അതായത് നമ്മുടെ 25ന്റെ റിമൈൻഡർ ഡിവൈഡഡ് ബൈ ഈ നമ്പേഴ്സ്. അപ്പോൾ ഈ നമ്പേഴ്സിന് ലൂപ്പ് കൊടുക്കണമെങ്കിൽ നമുക്ക് 4 i in range and ജസ്റ്റ് സ്യൂഡോ കോഡ് പോലെയാണ് കൊടുക്കുന്നത്. 4 if i in range. അപ്പോൾ ഈ 3 നമ്പേഴ്സിനും ഡിവൈഡ് ചെയ്യുമ്പോൾ 4n ഡിവൈഡഡ് ബൈ i റിമൈൻഡർ i 0 ആണെങ്കിൽ പ്രൈം ആണോ? അല്ല. ഫോൾസ് എന്നോ അല്ലെങ്കിൽ ഈ പ്രൈമിനെ നമുക്ക് റിട്ടേൺ ആണ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ ഏറ്റവും അവസാനം റിട്ടേൺ ഈസ് പ്രൈം കൊടുത്താലും മതി. ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാം, റിട്ടേൺ ഫോൾസ്. ഇനി കണ്ടീഷൻ എന്താ, അതായത് 4 ലൂപ്പിൽ പോയി, ലൂപ്പിൽ ഓരോ നമ്പേഴ്സും ഡിവൈഡ് ചെയ്തു, 0 ആയിട്ടാണ് കണ്ടെങ്കിൽ ഫോൾസ്, അല്ല എങ്കിൽ റിട്ടേൺ ട്രൂ എന്നുള്ള കണ്ടീഷൻസ്. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞു ഈ 1ഉം 25, അതായത് നമുക്ക് ഈ റിട്ടേൺ ട്രൂ വരുന്ന ഏത് കണ്ടീഷൻ വരുന്നുണ്ട്? 1ഉം 25 വരുന്നുണ്ട്. അപ്പം നമുക്ക് അത് നോക്കണ്ട, 1ഉം 25 നോക്കണ്ട. പിന്നെന്താ നോക്കേണ്ടത്? 2 തൊട്ടുള്ള നമ്പേഴ്സ്. അപ്പം 2 തൊട്ട് ഇതിൽ സ്ക്വയർ റൂട്ട് കാണുന്നത് എങ്ങനെയാ? math.sqrt of
math.sqrt of n നമുക്ക് റേഞ്ച് കാണുമ്പോൾ ഇവിടെ 5 ആണെങ്കിൽ 4 വരെ റൺ ആവും. അപ്പം നമുക്ക് 6 വരെയാണ് റേഞ്ച് കൊടുക്കേണ്ടത്. ഓക്കെ, ചെക്ക് ചെയ്യുന്നു 1 ആണോ 0 ആണോ ചെക്ക് ചെയ്യുന്നു. 1 0 ആണെങ്കിൽ പ്രൈം നമ്പർ അല്ല. റേഞ്ച് 2 to SQRT of n പ്ലസ് 1 നോക്കുന്നു. ഓരോ നമ്പറും ഡിവൈഡ് ചെയ്യുന്നു. 0 ആണെങ്കിൽ റിട്ടേൺ ഫാൾസ്. റിട്ടേൺ ഫാൾസ് എന്ന് വെച്ചാൽ റിട്ടേൺ പ്രൈം നമ്പർ അല്ല. ഈ കണ്ടീഷൻ ഇതിലോട്ട് പോകുന്നില്ല. ഐയിൽ റേഞ്ച് 2 ഡിവൈഡ് ചെയ്യുന്നു 0 ആയിരിക്കില്ല. math.square root 0 അല്ല എങ്കിൽ റിട്ടേൺ എന്താ? നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഇൻഡോ ആണ് കൊടുക്കുന്നത്. ട്രൂ വന്നിട്ടുണ്ട്. ഓക്കെ, ടെസ്റ്റ് കേസ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് പകരം ഈ സ്ക്വയർ റൂട്ടിന് വേറൊരു മെത്തേഡ് ഉണ്ട്. n into 0.5 ഇങ്ങനെ നോക്കാം. int of n into 0.5 plus 1 അത് സ്ക്വയർ റൂട്ടിന് ഇത് ഈക്വൽ ആണ്. ഓക്കെ, താങ്ക് യു.